പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യാത്രയെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ സംസാരങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ എഴുതി കൊടുക്കുന്ന വിഷയങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന മൊബൈല്, അതിലൂടെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ കേൾക്കുന്ന സംസാരങ്ങൾ, കൊടുക്കേണ്ട മറുപടികൾ എല്ലാം ആശീർവദിക്കുന്നു. നിങ്ങൾ കൈമാറുന്ന രേഖകൾ, വാങ്ങിക്കുന്ന രേഖകൾ, കാത്തിരിക്കുന്ന രേഖകൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റുകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നീ കടന്നു പോകുന്ന വാഹനങ്ങൾ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, പ്രൈവറ്റായാലും പബ്ലിക്കായാലും, നീ തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിൻ്റെ യാത്രകളെ ആശീർവദിക്കുന്നു. ദൈവവേദലെ, നീ വിഷമിക്കുന്ന വിഷയങ്ങൾ, സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് നീ വേദനിക്കണത്, അതെല്ലാം മാതാവ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ
ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ കണ്ണീനിരകളെ ഏറ്റെടുക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യം പറയാൻ നിന്നെ ബലിഷ്ഠമാക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതമല്ല, അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതം മാത്രമല്ല, അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൻ്റെ 10% മാത്രമാണ് പ്രാർത്ഥനാ ജീവിതം. പിന്നെ ചില ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അനുഷ്ഠാന ജീവിതമാണെന്നാണ്, ആചാര ജീവിതം. അതുമല്ല. വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ആദിമസഭയുടെ കോൺസെപ്റ്റ് ഉണ്ട്. അത് അടിപൊളി കോൺസെപ്റ്റാണ്. അതാണ് ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം, അതാണ് നമ്മുടെ വിശ്വാസമെന്ന്. അത് യോഹന്നാൻ അവസാനത്തെ വെളിപാടുകളിലൊന്നാണത്. 1 യോഹന്നാൻ 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. എനിക്ക് തോന്നിയിരിക്കുന്നത്, എൻ്റെ ഇത്രയും നാളിലെ ആധ്യാത്മികമായ അന്വേഷണത്തിൽ എനിക്ക് വാട്ട് ഈസ് ഫെയ്ത്ത് എന്ന് ചോദിച്ചാൽ, ബൈബിൾ ഒത്തിരി ഫെയ്ത്തുകൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ബേസിക് ഒരു മാതൃകാ വിശ്വാസം എന്ന് വെച്ചാൽ ക്രിസ്തീയ വിശ്വാസം എന്ന് വെച്ചാൽ എന്താണ്? അത് ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം, അതാണ് നമ്മുടെ വിശ്വാസം. ഇപ്പം നമ്മളിൽ ലോകത്തിൻ്റെ ഒത്തിരി ഘട്ടങ്ങളുണ്ട്. ഈ നമ്മൾ പറയത്തില്ലേ, വെള്ളത്തിലാണ് വള്ളം കിടക്കേണ്ടതെന്നൊക്കെ പറയത്തില്ലേ? അല്ലാതെ വള്ളത്തിൽ കിടക്കരുതെന്ന് പറയും, വള്ളം പൊങ്ങിപ്പോകും. വെള്ളം ആവശ്യമാണ് വള്ളം തുഴഞ്ഞു പോകാൻ വേണ്ടി. പക്ഷെ ചില സമയത്ത് ഈ വെള്ളം വന്ന് വള്ളത്തിൽ കിടക്കും, അപ്പോൾ വള്ളം പൊങ്ങിപ്പോകും. അത് ലോകത്തിലൊരു പ്രശ്നമുണ്ട്. നമ്മൾ ലോകത്തിലാണ്, അതേസമയത്ത് ലോകം നമ്മളിൽ വന്ന് നിറയും, അതോടെ ജീവിതം മുങ്ങിപ്പോകും. അപ്പം നിങ്ങൾ ചോദിക്കും, എന്താ ഈ ലോകം എന്ന് പറയണത്? ഈ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ ഉള്ള ധ്യാനങ്ങളിലൊക്കെ ഞാൻ പറയത്തില്ലേ നിങ്ങളോട്. അത് പ്രത്യേകിച്ച് 2 Pത്രോസ് 1:4 ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് ഈ ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാകുന്നതനുസരിച്ച് ഇപ്പൊ ദൈവിക സ്വഭാവം നമ്മളെ ഘട്ടം ഘട്ടമായി നമ്മളിൽ കൂടുന്നതനുസരിച്ചാണ് പങ്കുകാരാകുന്നതിന് എന്താണ് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞത്, വിശ്വാസത്തെ സുഹൃതം കൊണ്ടോ, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടോ, ജ്ഞാനത്തെ ക്ഷമ അല്ലെങ്കിൽ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ സഹനശക്തി അഥവാ ക്ഷമ കൊണ്ടും, ക്ഷമയെ ഭക്തി കൊണ്ടും, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും. കണ്ടാ, ഉപവിയിലേക്ക് വരുമ്പോൾ ഈ ഉപവിക്കൊരു ചെറിയൊരു കുഴപ്പങ്ങളുണ്ട്. നമ്മൾ ഈ ഉപവി എന്ന് പറയണത് ബൈബിളിൽ ഈ തർജിമയിൽ ഇരുട്ടുമുറിയിലെ കറുത്ത പൂച്ചയെ പിടിക്കണ ഒരു പരിപാടിയാണ്. ഇരുട്ടുമുറി കറുത്ത പൂച്ചയെ പിടിക്കാൻ കിട്ടത്തില്ലല്ലേ? അത് കാരണം ഈ ഉപവിയെ നമുക്ക് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഉപവി നമ്മൾ പറയും സൽപ്രവൃത്തിയാണെന്ന് വെച്ചാൽ ഉപവി ശരിക്കും പറഞ്ഞാൽ സൽപ്രവൃത്തിയാണ്. പക്ഷെ ലോകം മരിച്ചുപോയൊരു സൽപ്രവൃത്തിയാണ് ഉപവി. എല്ലാത്തിൻ്റെ അകത്തും ഈ ലോകത്തിൻ്റെ ഒരു ഷെയ്ഡ് കിടപ്പുണ്ടാവും. ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരാൾ ഇങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കണം, അയാളുടെ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും എല്ലാം അവിടെയാണ്. അയാളെ വെന്റിലേറ്ററിൽ കൊണ്ടുവന്ന് മുറി കിടത്തിയെങ്കിലും ഓക്സിജൻ എടുക്കുന്നുണ്ട്, പക്ഷെ ബോധമില്ല, കണ്ണും കാണാൻ പറ്റില്ല. ബോധമില്ലെങ്കിൽ കണ്ണ് കാണാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അയാളുടെ ഈ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളൊക്കെ എടുക്കുന്ന അയാളുടെ ഭാര്യയാണ്. അയാളുടെ ജീവിതകാലത്ത് ഭയങ്കര തെറിയും ബഹളമൊക്കെ ആയിരുന്നു, അടിയിടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഇപ്പം ഇങ്ങനെ പെട്ട് കിടക്കുന്നത്.
ഭാര്യയ്ക്ക് ഒന്നും തിരിച്ചൊന്നും കിട്ടിയിട്ടില്ല ഈ ഇടയ്ക്ക് നിന്ന്. കല്യാണം കഴിച്ചു, 2 കുഞ്ഞുങ്ങളുണ്ടൊക്കെ ഉണ്ടായെന്നല്ലാതെ പ്രത്യേകിച്ച് ഈ മനുഷ്യൻ്റെയൊക്കെ ഒന്ന് ഒരു ഹസ്ബൻഡ് കിട്ടാൻ പറ്റിയ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു സ്നേഹം അങ്ങോട്ട് തോന്നാൻ നമുക്ക് മനുഷ്യരെ നമുക്ക് തോന്നണ്ടേ? അപ്പോൾ എന്നിട്ടും ഈ സ്ത്രീക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും ഈ സ്ത്രീ അദ്ദേഹത്തിൻ്റെ ഈ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ഒക്കെ എടുത്ത് നല്ല ആകൃതപ്പെട്ട ജീവിതത്തിൽ എന്താ പങ്കാളിയായിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. അയാൾ ഇനി അവിടെ കിടന്ന് മരിച്ചു എന്ന് വിചാരിച്ചോ? ഒരു പുഞ്ചിരിയോ? ഇവർ ആ മനുഷ്യന് വേണ്ടി ചെയ്ത കാര്യത്തിന് പ്രതിനന്ദിയായിട്ട് ഇടി എനിക്ക് തെറ്റിപ്പോയി, നിൻ്റെ കൂടെ ജീവിച്ചിട്ട് 10-30 കൊല്ലം നമ്മൾ ജീവിച്ചിട്ട് എനിക്ക് നിന്നെ ഒന്ന് സഹായിക്കാൻ പറ്റിയില്ല, നിന്നെ സന്ധിക്കാൻ പറ്റില്ല, നിന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് പോലും പറയണ മുമ്പ് അയാൾ മരിച്ചു പോകും. എന്നിട്ട് തൻ്റെ ഒരു കടമ പോലെ, ദൈവത്തോടെ കടമ പോലെ ഭാര്യ അത് ഒരു നന്ദി പോലും മേടിക്കാതെ അതെല്ലാം കർത്താവിന് കാഴ്ചവെക്കും, കർത്താവിൻ്റെ നാമത്തെ പ്രതി. ഇതാണ് ശരിക്കും പറഞ്ഞാൽ പ്രതിഫലമില്ലാത്ത ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന നിത്യജീവനെ മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഓർത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞ ഉപവി എന്ന് പറയണത്. അങ്ങനെ ഉപവിയല്ല, ഈ വിശ്വാസത്തിൻ്റെ അവസാന രൂപമേ ഉപവിയാണ്. അതുകൊണ്ട് ഈശോ പറയണത് എന്താണ്? നിങ്ങൾ ഇടത്ത് കൈ ചെയ്യണത് വലത്ത് കൈ അറിയാതിരിക്കട്ടെ. മത്തായി 6:3. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് അത് രഹസ്യം കണ്ട ഈ രഹസ്യത്തിൽ ചെയ്യുന്ന വിഷയത്തിനാണ് ഈ ഉപവി എന്ന് ശരിക്കും പറഞ്ഞാൽ പറയേണ്ടത്. നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. വലത് കൈ ചെയ്യുന്ന ഇടത് കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഇതാണ് ഈ ഉപവിയുടെ സംഭവം. അപ്പൊ ദൈവത്തെ മാത്രം മുൻനിർത്തി പരസ്യങ്ങളൊന്നുമില്ലാതെ അതിൻ്റെ ഈ നമ്മൾ പല ആൾക്കാരും സൽപ്രവർത്തിക്കാർ ഡെയിലി വേജസുകാരാണ്. എന്നുവെച്ചാൽ അവരപ്പം ചെയ്യണ നന്മയുടെ പ്രവൃത്തി അവർക്ക് അപ്പം തന്നെ വേണം. അതാണ് ഈ വിശ്വാസികളുടെ കൂട്ടത്തിലുള്ള ഡെയിലി വേജസുകാരാണ്. അതായത് എല്ലാവരും അറിയിച്ചേ ചെയ്യത്തുള്ളൂ, അത് അല്ലെങ്കിൽ ചെയ്ത് വെച്ചും മറ്റു മനുഷ്യരോട് പറയും. ഇങ്ങനെ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ പ്രോഡക്റ്റ് എന്ത് ഡെയിലി വേജസാണ്. അന്നന്ന് പണിയെടുത്ത് അന്നന്ന് ജീവിച്ചു പോവുക, അത്രേ ഉള്ളൂ. നിത്യതയ്ക്ക് നിക്ഷേപമില്ല. അതേ പ്രശ്നം വെച്ചാൽ നിത്യതയുടെ നിക്ഷേപമാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡെയിലി വരുമാനം ഇല്ലെങ്കിലും നിത്യതയിലൊരു നിക്ഷേപം ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യുന്ന ദൈവസ്നേഹ പ്രവർത്തനങ്ങളാണ്, കൃപാവര പ്രവർത്തനങ്ങളാണ് ഉപവികളെന്ന് പറഞ്ഞത്. ഈ നമ്മൾ ഉപവിയിലേക്ക് ഒരു വ്യക്തി എത്തിയാൽ മറ്റുള്ളവർ നന്ദി പറഞ്ഞാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, ഒരു പ്രശ്നവുമില്ല. ഐ ആം സോ ഹാപ്പി ബിക്കോസ് ഐ ഹാവ് ഡൺ ഇറ്റ് ഫോർ ജീസസ്. ഞാൻ കർത്താവിന് വേണ്ടി ചെയ്തതാണെന്ന് ഇങ്ങനെ ഭംഗിവാക്കൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതല്ല, നമ്മുടെ മനസ്സിൽ വി മസ്റ്റ് ബി കണ്ടൻറ്റഡ്. ആ വിഷയത്തിൽ ആന്തരിക തൃപ്തി ഉണ്ടാകണം നമുക്ക്. അപ്പം നമ്മൾ ഉപവിയിലായി. ഈ ഉപവിയിലായി കഴിഞ്ഞാൽ വി ഹാവ് നോ കംപ്ലൈൻറ്റ്. നമുക്ക് പിന്നെ കംപ്ലൈൻറ്റ് ഇല്ല. മാതാവിൻ്റെ ഏറ്റവും വലിയ സംഭവം ഉപവിയാണ്. ജീവിതം മൊത്തം ഉപവിയാണ്. ഉപവിക്ക് കർത്താവ് വചനം മാംസമായി നമ്മുടെ വസിച്ചു, മറിയവും ഉപവി മാംസമായി നമ്മുടെ വസിച്ചതാണ്. നോ കംപ്ലൈൻറ്റ്. അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നൊക്കെ പറയണില്ലേ? ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നൊക്കെ പറയും. എല്ലാവർക്കും അമ്മയെ ആക്രമിക്കുന്നതിന് ഭയങ്കര മത്സരമാണ് ലോകത്ത്. പക്ഷെ അമ്മ ആരാണെന്ന് ഇന്ന് വരെ നമുക്കറിയത്തില്ല. നമുക്കറിയാവുന്നതൊക്കെ വളരെ സ്പെക്കുലേറ്റീവ് ഫിലോസഫിക്കൽ തിയോളജിക്കൽ നോളജാണ്. അതൊരു ഇൻഫർമേഷൻ്റെ ഫലമേ ചെയ്യത്തുള്ളൂ. ആന്തരികമായിട്ട് ഈ വ്യക്തിത്വത്തെ ദൈവം എങ്ങനെയാണ് വചനത്തെ കൈമാറാൻ വേണ്ടി സ്വർഗത്തിൻ്റെ ഉപകരണമാക്കിയത്, അതിൻ്റെ പ്രധാന കാരണം ഉപവി മാംസം ധരിച്ച്. നമ്മളെപ്പോഴും മരിയന് ഉടമ്പടി എടുക്കുമ്പോൾ അമ്മയെപ്പോലെ ഉപവിയുടെ ഒരു ജീവിതത്തിലേക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും ആരും നല്ലതെന്ന് പറഞ്ഞില്ലെങ്കിലും ആന്തരികമായ സന്തോഷത്തിൽ ആന്തരിക തൃപ്തിയോട് ജീവിക്കാൻ
അമ്മേ പരിശുദ്ധമതിയെ മാതാവേ, ഞങ്ങൾക്ക് നിന്നെപ്പോലെ ഹൃദയത്തെ സംഗ്രഹിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അന്നേരം ഞാൻ ഇവിടേക്ക് പ്രാർത്ഥന സഹായത്തിന് ഞാൻ വിളിച്ചിരുന്നു. സാധാരണ ഇവിടേക്ക് വിളിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും കിട്ടാറില്ല, നിങ്ങൾക്കറിയാലോ. പക്ഷെ അന്ന് അമ്മ എനിക്ക് അതിനൊരു സമയം എനിക്ക് ഒരുക്കി തന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം പേര് പറയാൻ പറഞ്ഞു. ഞാൻ വേഗം പേര് പറഞ്ഞു കൊടുത്തു. രണ്ടാമത്തെ അറ്റാക്ക് വന്നിട്ട് അവർ CPR കൊടുത്തിട്ടൊന്നും ആൾ കയറി പോകുന്നില്ല. അവസാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോക്ക് അടിപ്പിക്കുന്നൊരു രീതിയുണ്ട്, അതിൽ ആണ് ആൾ കയറിപ്പോകുന്നത്. പക്ഷെ ആ നിമിഷം അമ്മയും തിരുക്കുമാരനും എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയത്തിൽ കയ്യൊപ്പ് ചാർത്തിക്കൊടുത്തൊരു നിമിഷം. കാരണം ലാസ്റ്റ് ചാൻസാണത്. കാരണം മരണത്തിലേക്കാണോ ജീവിതത്തിലേക്കാണോ എന്നുള്ളത്. പക്ഷെ അത് അമ്മയും തിരുക്കുമാരനും തീരുമാനിച്ചു എന്നുള്ളതാണ്. ആ നിമിഷം അമ്മയും തിരുക്കുമാരനും മരണത്തിൻ്റെ ആഴത്തിലേക്ക് പോയതാണ് എൻ്റെ ഭർത്താവ്. അവിടേക്ക് അമ്മയും തിരുക്കുമാരനെ ഇറങ്ങിച്ചെന്ന് കയ്യൊപ്പ് ചാർത്തിക്കൊടുത്തൊരു നിമിഷമായിരുന്നത്. പിന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്നായിരുന്നു. അവർ തിയേറ്ററിൽ കയറ്റി ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. വചനം പറയുന്നുണ്ട്, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന്. അച്ഛൻ ഇവിടെ കൂടെ പറയും, ഉടമ്പടി നമ്മളെ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒന്നാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ വരണം നമ്മുടെ മരണത്തിൻ്റെ സമയം പോലും അമ്മ മാറ്റി എഴുതുന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അച്ഛൻ പറയും, നമ്മൾ ഈശോൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കൂടെ ഒത്തിരി ആൾക്കാരുണ്ടാവും, പക്ഷെ അവർക്കൊരു പരിധി ഉണ്ടാവും നമ്മളെ സഹായിക്കുന്നത്. പക്ഷെ അമ്മ മധ്യസ്ഥയാണെങ്കിൽ നമ്മൾ രക്ഷ പ്രാപിക്കുമെന്ന് അച്ഛൻ പറയണത്. ഇന്നിപ്പോൾ എൻ്റെ ഭർത്താവിനെ ഇപ്പോൾ ഇത് ചെയ്തിട്ട് ഇപ്പോൾ 2 മാസമായി. ഞാനിവിടെ 5ാമത്തെ പുതുക്കൽ കഴിഞ്ഞ മാസം വന്ന് ഞാൻ ചെയ്തു. അന്നേരം ഞാനിതിവിടെ എഴുതി കൊടുത്തു. അപ്പോൾ അന്നേരം ആൾക്ക് റെസ്റ്റായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞ് അതെല്ലാം കഴിഞ്ഞിട്ട് ആളെ ഇവിടെ കൊണ്ടുവന്ന് നേർന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ മാതാവ് ഞങ്ങൾക്ക് ഇന്ന് അതിനൊരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്നു. ഇത് ഞങ്ങളുടെ കൃപയാലോ കഴിവാലോ ഒന്നുമല്ല, ഇന്ന് ജീവിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കൃപയാലാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് ഞാനും എൻ്റെ കുടുംബവും പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഞങ്ങളത് ഏറ്റുപറയുക ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് കിട്ടാൻ നിങ്ങൾ ഒരു ചാൻസ് ഉണ്ടായില്ലെന്ന് അവർ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് 2ാം ജന്മമാണെന്നാണ് അവർ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ആളത്യാവശ്യം മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തു പോകുന്നുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഉടമ്പടി എടുത്ത ഉടനെ ഞാനിവിടെ 2019 എടുത്തത്. 25 വർഷമായിട്ട് ഞാൻ അനുഭവിച്ചിരുന്ന എൻ്റെ അതിശക്തമായിട്ടുള്ള തലവേദന. അമ്മ മാതാവ് ആ നിമിഷം ഞാൻ ഉടമ്പടി തൈലം ഒന്നും എനിക്ക് പുരട്ടേണ്ടതായിട്ട് വന്നില്ല. എടുത്ത ഉടനെ തന്നെ എനിക്ക് തോന്നുന്നത് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്കത് മാറി കിട്ടിയെന്നുള്ളതാണ്. അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ അമ്മയ്ക്ക് ചേട്ടന് എല്ലാവരും കൈകാല് വേദന എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം ഞങ്ങൾ പുരട്ടി പ്രാർത്ഥിച്ചപ്പോൾ അത് പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് മാറി കിട്ടിയെന്നുള്ളതാണ്. പിന്നുള്ളത് ഞങ്ങൾക്കുണ്ടായ കടബാധ്യതകൾ ഒരു 19 വർഷമായിട്ടുള്ളൊരു കടബാധ്യതയാണ്. അത് ഞാനിവിടെ 5ാമത്തെ പുതുക്കലിന് വന്നപ്പം പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് എടുത്തു മാറ്റാൻ സാധിച്ചു. ഓരോ പുതുക്കലിന് വരും തോറും ഞങ്ങൾക്ക് ആ എടുത്ത ലോൺ ഞങ്ങൾക്കത് അടച്ചു തീർക്കാനുള്ളൊരു കൃപ എനിക്ക് അമ്മ മാതാവ് തരാറുണ്ടായിരുന്നു. പിന്നെ ലഭിച്ചത് മകൻ്റെ കയ്യിൽ ഞാൻ ഉടമ്പടി കാശ് രൂപം കൊടുത്തപ്പോൾ അവൻ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് വഴി ഈശോ ഞങ്ങൾക്ക് തന്നു എന്നുള്ളതാണ്. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ലിൻഡ. ഞാൻ കൊല്ലത്ത് പ്രാക്ലോ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നു. 2019 ഡിസംബർ 28-ാം തീയതി ഞാൻ വന്നിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ 1 വർഷം മുടങ്ങാതെ ഇവിടെ വന്നുകൊണ്ടിരുന്നു. പിന്നെ കൊറോണ ആയതുകൊണ്ട് വരാൻ സാധിച്ചില്ല. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി. എൻ്റെ വീട് സ്ഥലവും ജപ്തി ചെയ്തു. ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ആ ഷോക്കിൽ എൻ്റെ ഭർത്താവിന് അതിൻ്റെ ഇടയ്ക്ക് അറ്റാക്ക് വന്ന് കഴിഞ്ഞ വർഷം മെയ് 18-ാം തീയതി മരിച്ചു. അപ്പോൾ ഈ ലോൺ ഞങ്ങൾ
എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇൻഷുറൻസ് എടുത്തായിരുന്നു. അത് അന്വേഷിച്ചപ്പോൾ ബാങ്കുകാർ പറഞ്ഞു അതിൽ നിന്ന് ഒന്നും കിട്ടത്തില്ല, അത് ലോൺ മുടങ്ങിയപ്പോൾ ആ ഇൻഷുറൻസും മുടങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നീട് അന്വേഷിക്കാൻ പോയില്ല. കഴിഞ്ഞ മാസം ഞാനിവിടെ ഒന്ന് ഉടമ്പടി പുതുക്കിയിട്ട് ചെന്നപ്പോൾ എന്നെ ബാങ്കിൽ നിന്ന് മാനേജർ വിളിച്ചു. തിരുവനന്തപുരത്ത് പാളയത്ത് അതിൻ്റെ ഓഫീസ്, അവിടെ ചെല്ലാൻ പറഞ്ഞു. ഞാനും എൻ്റെ മരുമകളും കൂടെ അവിടെ പോയി. എന്നെ കൊണ്ട് ഒരുപാട് പേപ്പറുകളിലൊക്കെ ഒപ്പിടിച്ചു. അപ്പം ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇൻഷുറൻസിൻ്റെത് വായിക്കുകയാണെന്ന് പറഞ്ഞു. ഇത് കേസ് ഞങ്ങളുടെ കോടതിയിൽ ചെന്നപ്പോഴാണ് ഈ ഇൻഷുറൻസ് തുക കൊടുക്കാഞ്ഞ് എന്താണെന്ന് അവിടെ ചോദ്യം വന്നു. അത് വെച്ചുകൊണ്ട് തന്നെ ബാങ്കുകാർ ഞങ്ങളെ വിളിച്ചത്. അങ്ങനെ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അപ്പം ഞാൻ ആ ഇൻഷുറൻസ് കമ്പനിയിൽ ഓഫീസിൽ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഒരു പെൺകുട്ടിയായിരിക്കുന്ന അതിനോട് ചോദിച്ചാൽ പറഞ്ഞു 1 മാസത്തിനുള്ളിൽ അറിയാമെന്ന് പറഞ്ഞു. പക്ഷേ 15-ാം തീയതി ആയപ്പോൾ ഞങ്ങൾ വീണ്ടും വിളിച്ചപ്പോൾ പറഞ്ഞു തുക ബാങ്കിന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. എത്രയാണെന്ന് പറഞ്ഞില്ല, ബാങ്കിൽ ചെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചു. അപ്പോൾ 14 ലക്ഷം രൂപ, ഞങ്ങൾ ലോൺ എടുത്തത് 14 ലക്ഷം രൂപയായിരുന്നു. ആ 14 ലക്ഷം രൂപ ആ ബാങ്കിൽ പോയിട്ടുണ്ട്. അന്വേഷിച്ചപ്പം ബാങ്കിലെ മാനേജർ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല, അത് അവർക്കുള്ള പൈസയാണെന്ന് പറഞ്ഞു. അപ്പോൾ ലോണിൻ്റെ തുക അടഞ്ഞു. ഒരു 3 ദിവസം കഴിഞ്ഞപ്പം വീണ്ടും ഒരു നോട്ടീസ് വന്നു. ഞാൻ ഒപ്പിട്ട് വാങ്ങി. അപ്പം നോക്കിയപ്പോൾ അതിനകത്ത് 7 ലക്ഷം രൂപ ഞങ്ങൾ അടയ്ക്കണം, അല്ലെങ്കിൽ ആ 7 ലക്ഷം രൂപയ്ക്ക് ആ വീട് അവർ ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു നിവൃത്തിയില്ല. ഒറ്റ മോനാവന ഗൾഫിൽ ഒരു സപ്ലൈ കമ്പനി ജോലി ചെയ്യുക. ഞങ്ങൾക്ക് പുറത്ത് വേറെ ബാധ്യതകൾ. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ വിഷമിച്ചപ്പോൾ ഞാൻ ഒരാളെ സമീപിച്ചു. എൻ്റെ മാതാവ് പറഞ്ഞു. ഞാൻ ചെന്നു എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു ഒരു മന്ത്രിയെ കാണാൻ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇപ്പോൾ മന്ത്രിയല്ല കാണേണ്ടത്, നമുക്കൊരു നല്ല വക്കീലിനെയാണ് കാണേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഹൈക്കോർട്ടിൽ ഒരു വക്കീലിനെ എല്ലാം ഇടപാട് ചെയ്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഫീസ് കൊടുക്കാനൊന്നും നിവൃത്തിയില്ല. അന്നേരം പറഞ്ഞു അതൊന്നും ആലോചിക്കണ്ട, നമുക്കിപ്പോൾ ഇത് നടക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വക്കീലിനെ അന്ന് തന്നെ ഏർപ്പാടാക്കി തന്നു. ഞങ്ങൾക്ക് 1-ാം തീയതി സെപ്റ്റംബർ 1-ാം തീയതി എൻ്റെ വീടിന് 7 ലക്ഷം രൂപയ്ക്ക് ജപ്തി വച്ചേക്കുക ബാങ്കുകാർ. പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റേ വാങ്ങിക്കണമെന്ന് വക്കീൽ പറഞ്ഞു. അങ്ങനെ ഹൈക്കോടതി പോയി അവിടുന്ന് സ്റ്റേ വാങ്ങിച്ച് 14 ദിവസത്തേക്ക് 14 ദിവസം കഴിഞ്ഞ് ഹിയറിങ് കഴിഞ്ഞ് ഞങ്ങൾക്ക് ആ 7 ലക്ഷം രൂപയ്ക്കകത്തുനിന്ന് 2 ലക്ഷം രൂപ കുറച്ചിട്ട് 5 ലക്ഷം രൂപ 15 തവണയായിട്ട് അടയ്ക്കാനായിട്ട് സാഹചര്യം അമ്മ ഈശോ ഒരുക്കി തന്ന് അത് ഞങ്ങളുടെ ഭവനം തിരിച്ചു തന്ന് ഞങ്ങൾ ഭവനത്തിൽ കയറി താമസമായില്ല, വൃത്തിയാക്കി. ഞങ്ങൾ വാടക വീട്ടിലാണ്, അതിൻ്റെ ഇത് കഴിയാതെ ഞങ്ങൾക്ക് അവിടെ പോയി താമസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വീട് തിരിച്ചു കിട്ടി. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അമ്മയ്ക്ക് കൂടാനും നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഞങ്ങളെ തള്ളിപ്പറഞ്ഞൊരു സമയമുണ്ടായിരുന്നു. എല്ലാത്തിനും എൻ്റെ ഈശോയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി. പിന്നെ എനിക്ക് ഹാർട്ടിന് അസുഖമുള്ളായിരുന്നു. എനിക്ക് എന്നും പനിയും ശ്വാസം മുട്ടുമായിരുന്നു. ഞാനിവിടെ വന്ന് 2019 ഉടമ്പടി എടുത്ത് ഉടമ്പടി സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി, ഉപ്പും തേനും എല്ലാം. എനിക്കിപ്പോൾ ശ്വാസം മുട്ടില്ല, ഞാൻ ഹാർട്ടിന് മരുന്ന് കഴിക്കുന്നില്ല. എനിക്കിപ്പോൾ ശ്വാസം മുട്ടില്ല, പനിയില്ല, എനിക്കൊന്നുമില്ല. പിന്നെ അമ്മ ഒരുപാട് എനിക്ക് തന്നു. എൻ്റെ മോന് ജോലിയില്ലായിരുന്നു, എൻ്റെ മോനൊരു ജോലി തന്നു ഗൾഫിൽ. ഞങ്ങൾക്ക് ഒരുപാട് കടമുണ്ടായിരുന്നു, അതിൽ നിന്നിപ്പോൾ പകുതി 3/4 കടവും തീർന്ന്. അങ്ങനെ ഒരുപാട് അമ്മ എനിക്ക് അനുഗ്രഹങ്ങളെ തന്നുകൊണ്ടിരിക്കുന്നത്.
അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എനിക്ക് എൻ്റെ ഭവനം തിരിച്ചു തന്ന എൻ്റെ അമ്മ കൂടാനും കൂടി നന്ദി സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു.